ഹായ്, ലിജീഷാണ്. അപ്പോഴേ നമ്മുടെ വൈരങ്കോട് തീയാട്ടാണ് ഈ വരുന്ന 20-ാം തീയതി ആയിട്ടാണ് തീയാട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഏതായാലും അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്ത് ദിനേശേട്ടനും രമേഷും എല്ലാവരും കൂടി ഞങ്ങളൊന്ന് അമ്പലം വരെ പോയി അന്നദാനമൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ ഇന്ന് ആയിരുന്നു മരമുറി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചൊവ്വാഴ്ച ചെറിയ തീയാട്ട് വരും. വെള്ളിയാഴ്ചയാണ് തീയാട്ട് വരുന്നത്. അപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കച്ചവടക്കാരൊക്കെ ഒന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ളായിട്ട് നിറയും കേട്ടോ. അപ്പോൾ അതിനുള്ള മുൻഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അമ്പലത്തിൻ്റെ നടയൊക്കെ അടച്ചിട്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്ക്. അപ്പോൾ എന്നാലും ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചു, എന്നിട്ട് അങ്ങനെ നീങ്ങി. അപ്പോൾ തീയാട്ട് മഹോത്സവം 15-ാം തീയതി മുതൽ 21-ാം തീയതിയാണ് കാര്യങ്ങൾ അവസാനിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കാളവേലയും ഒക്കെ നടക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഈ വൈരങ്കോട്ട് തീയാട്ട്. അപ്പോൾ അതറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കേ നട, ഗോപുര നട വരുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ജാതി ഭേദ മതഭന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഇതിട്ടാ. അപ്പോൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചെറുതായിട്ടൊന്ന് ക്യൂ നിന്നു. ഇവിടെയൊക്കെ നല്ല ഡീസൻ്റായിട്ട് ഭക്ഷണം കൈകാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, വലിയ തിരക്കൊന്നും ഇല്ലാതെ. ആ പ്ലേറ്റിൽ ബൊഫെ സ്റ്റൈലിലൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ചോറ്, അച്ചാർ, സാമ്പാർ, മോര്, പായസം, പിന്നെ ഉപ്പേരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഏതായാലും പരിപാടിയുടെ അന്ന് വരെ ഒക്കെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തുക.